നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റിയ ഫ്രീ ആയിട്ടുള്ള 6 വെബ്സൈറ്റുകളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ നോഷൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. notion.so എന്നാണ് അതിന്റെ വെബ്സൈറ്റിന്റെ പേര്. ഇത് നമ്മുടെ ഗൂഗിൾ ഡോക്സിനെക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് ഇവർക്ക്. അത് മാത്രമല്ല ഇതിൽ AI ഇന്റഗ്രേറ്റഡ് ആണ്. സോ നമുക്ക് എന്തിനെ കുറിച്ചെങ്കിലും എഴുതാൻ പറഞ്ഞാൽ നമ്മുടെ നോഷൻ തന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെന്റേഷൻ എഴുതി തരുന്ന രീതിയിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് നോഷൻ. സോ നമുക്ക് ഈ നോഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നോഷൻ്റെ വെബ്സൈറ്റ്. യെസ്, നമുക്കിവിടെ ഗെറ്റ് നോഷൻ ഫ്രീ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിളാണ് കൊടുക്കുന്നത്. സോ എനിക്ക് യൂസർ നെയിം പാസ്വേഡൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഗൂഗിൾ വിത്ത് എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ ഞാനത് കൊടുത്തു. അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നു. പേഴ്സണൽ യൂസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ പേഴ്സണൽ യൂസ് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. സോ എനിക്കിങ്ങനെ ഒരു ഡാഷ്ബോർഡ് വന്നു. ഞാൻ വൺ സൈനപ്പ് എൻ്റെ കംപ്ലീറ്റ് ആയ സമയത്ത്. അപ്പോൾ അവർ നോഷനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിരിക്കുകയാണ് നമുക്ക്. യെസ്, സോ നമുക്ക് പുതിയൊരു പേജ് ഉണ്ടാക്കി നോക്കാം. സോ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ പേജ് വരും. നിങ്ങൾക്ക് പേജിൻ്റെ ടൈറ്റിൽ ഇവിടെ കൊടുക്കാം. യെസ്, ഞാൻ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു. സോ ദിസ് ഈസ് ദ AI ഫങ്ഷനാലിറ്റി. സോ AI നമുക്ക് ഹലോ വേൾഡിനെ കുറിച്ച് എഴുതി തരാണ്. ഇത് വളരെ ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. ആക്ച്വലി നമുക്കിങ്ങനെ ചെറുതായിട്ട് എന്തിനെക്കുറിച്ചൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ AI കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് AI എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് വളരെ നല്ലൊരു ഫ്യൂച്ചറാണ്. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നോഷനിൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ടേബിൾസായിട്ടോ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തത് മിറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലോ ഡയഗ്രാം വരയ്ക്കുന്ന വെബ്സൈറ്റ് ആണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്ലോ ഡയഗ്രാംസും ഫ്ലോ ചാർട്ട്സും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്, ഐഡിയ നിങ്ങൾ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടായാലും നിങ്ങൾക്കൊരു ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രീ ടൂളാണ് മിറോ. സോ നമുക്കൊന്ന് സൈനപ്പ് ചെയ്ത് അതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. ഈ കാണുന്നതാണ് മിറോൻ്റെ വെബ്സൈറ്റ്. സൈനപ്പ് ഫ്രീ എന്നുള്ളതിൽ കൊടുക്കുക. സൈനപ്പ് വിത്ത് ഗൂഗിളാണ്. എഗെയിൻ ഞാൻ സൈനപ്പ് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അവർ ഗൂഗിൾ അക്കൗണ്ട് ചോദിക്കുന്നു. ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് കൊടുത്തു. സൈനപ്പായി. സോ നമുക്ക് ഇവിടെ വരാം. ഹോം പേജിൽ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിലുള്ള ഫ്ലോ ചാർട്ട് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞൊരു സാധനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ ഒരു ടെംപ്ലേറ്റ് നമുക്ക് തരും. നമുക്ക് വേണമെങ്കിൽ ഈ ടെംപ്ലേറ്റിൻ്റെ അകത്ത് ഇതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ചാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇത് അവർ തരുന്നൊരു ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ആണ്. ഇതല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോക്സും ടേബിൾസൊക്കെ വളരെ ഈസി ആയിട്ട് വരച്ച് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ് മിറോ എന്ന് പറയുന്നത്. സോ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണ് ഇവിടെ. യെസ്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യാനും ഇല്ലെങ്കിൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് കൊടുക്കാനും ഒക്കെ വളരെ ഈസിയാണ്. ഇതൊരു വളരെ നല്ല ടൂളാണ്. ഞാൻ പേഴ്സണലി പ്രൊഫഷണലി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇനിയുണ്ട്. നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അടുത്തത് കാലൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കെഡ്യൂളിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കലണ്ടർ കാണും. അപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സും ടൈമും അതിൽ കാണും. അതേപോലെ അപ്പോൾ അവർക്ക് സൗകര്യമുള്ള ഡേറ്റും നോക്കിയിട്ട് അവർക്കൊരു ഡേറ്റിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കലണ്ടറിൽ ഈ ഒരു മീറ്റിംഗ് സ്കെഡ്യൂൾ ആവും. അവരുടെ കലണ്ടറിലും ഇങ്ങനെ ഒരു മീറ്റിംഗ് അവർക്ക് കാണാൻ പറ്റും. സോ നിങ്ങളൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് നടത്തുന്ന ആളാണ്, അപ്പോൾ നിങ്ങൾക്കൊരു ക്ലയൻസുമായിട്ട് മീറ്റിംഗ് സെറ്റ് ചെയ്യണം, അവരുടെ ടൈം അനുസരിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങളുടെ കലണ്ടറിൽ ആഡ് ആവും. അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് കാലൻഡർലി. നമുക്ക് അതിലൊന്ന് കയറി നോക്കാം. ഇതാണ് കാലൻഡറിയുടെ വെബ്സൈറ്റ്. ഞാനിവിടെ സൈനപ്പ് വിത്ത് ഗൂഗിൾ കൊടുത്തു, എൻ്റെ അക്കൗണ്ട് കൊടുത്തു, കലണ്ടറിൻ്റെ പെർമിഷൻ ചോദിച്ചു, അത് കൊടുത്തു. കാരണം അവർക്ക് കലണ്ടറിലേക്ക് ഇത് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ കലണ്ടറിന് പെർമിഷൻ വേണം. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക, ഇവൻറ്റ് ടൈപ്പ് ചൂസ് ചെയ്യുക, എന്നിട്ട്
എന്നിട്ട് 1-to-1 മീറ്റിംഗ് ആണ്. ഇവൻ്റ് നെയിം, പിന്നെ ലൊക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ ഗൂഗിൾ മീറ്റ് ആഡ് ചെയ്തു. ഗൂഗിൾ മീറ്റ് വഴിയാണ് മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. 30 minutes മീറ്റിംഗ് ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവൈലബിൾ ടൈം. നിങ്ങൾക്ക് ടൈംസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ സ്റ്റാൻഡേർഡ് വർക്കിംഗ് അവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ആവും. അപ്പോൾ ഷെയർ കൊടുത്താൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഇവിടുന്ന് കിട്ടും. ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ആളുകൾക്ക് അയച്ചു കൊടുക്കാം. നിങ്ങളുടെ വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം. അപ്പോൾ അവർക്ക് ഇതേപോലെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കലണ്ടർ കാണും. അപ്പോൾ അതിലൊരു ഡേറ്റ് സെലക്ട് ചെയ്താൽ ഇതുപോലെ അവർക്കൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം. അപ്പോൾ മീറ്റിംഗ് കൺഫേംഡ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കലണ്ടറിൽ ചെക്ക് ചെയ്ത് നോക്കാം. 29-ാം തീയതിയാണ് മീറ്റിംഗ് ചെയ്തത്. അതുണ്ടോ, കലണ്ടറിൽ അത് സേവ് ആയിട്ടുണ്ട്. ഇതാണ്. അടുത്തത് സ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നിങ്ങൾ ചെറിയൊരു കമ്പനി നടത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ടീമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ റിസർച്ച് നടത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ്. പക്ഷെ കുറച്ച് ആളുകളുണ്ട്, നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു മെസ്സഞ്ചർ ആവശ്യമുണ്ട്. വാട്സപ്പ് പോരാ, അതിനേക്കാളും കുറച്ചുകൂടി നല്ല പ്രൊഫഷണൽ മെസ്സേജിങ് സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ് സ്ലാക്ക്. സോ സ്ലാക്കിൻ്റെ ഫ്രീ വേർഷനിൽ ആകെയുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററി 90 ഡേയ്സിന് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഫ്രീ വേർഷനിലൊരു ലിമിറ്റേഷൻ ഉള്ളത്. നമുക്ക് സ്ലാക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് സ്ലാക്കിൻ്റെ വെബ്സൈറ്റ്. ഞാൻ സൈൻ അപ്പ് ഫോർ ഫ്രീ കൊടുക്കുന്നു. ഗൂഗിൾ വിത്ത് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുന്നു. സൈനപ്പ് ആയി. കമ്പനിയുടെ പേരെന്താ, ടീമിൻ്റെ പേരെന്താ ചോദിക്കുന്നു. ഞാൻ ജസ്റ്റ് സ്കൈ വർക്സ് എന്ന് കൊടുക്കുന്നു. എൻ്റെ പേര് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടീംമേറ്റ്സിനെ ഇപ്പോൾ തന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഡെമോയ്ക്ക് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് സ്ലാക്കിൻ്റെ ഒരു ഡാഷ്ബോർഡ്. ഇതൊരു വെബ്സൈറ്റാണ്. ഇവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് വെബ്സൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ലിമിറ്റഡ് ആണ്. ഇതിലെ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് ഹഡിൽ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോളും ഓഡിയോ കോളൊക്കെ ചെയ്യാൻ പറ്റും. അതൊന്നും വെബ്സൈറ്റിലില്ല. അപ്പോൾ നിങ്ങളിതിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓഡിയോ വീഡിയോ കാര്യങ്ങൾ അയക്കാനൊക്കെ പറ്റും. ഇതൊരു എന്താ പറയുക, ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് സ്ലാക്ക്. സോ ഇതാണ് സ്ലാക്കിൻ്റെ ഡാഷ്ബോർഡ്. അടുത്ത് പറയാനുള്ള ഗ്രാമർലി എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഗ്രാമർ മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട്. സോ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്ത് തരുന്ന, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ വാക്കുകളെ കുറച്ചും കൂടി നന്നായിട്ട് ഇങ്ങനെ എഴുതിയ കുറച്ചും കൂടി നന്നാവും എന്ന് പറഞ്ഞ സജഷൻസ് തരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രൗസർ എക്സ്റ്റൻഷനും അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് എല്ലാം കൂടിയാണ് ഗ്രാമർലി. സോ നമുക്ക് ഗ്രാമർലി ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഗ്രാമറിലെ വെബ്സൈറ്റ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യുക. ആഡ് ടു സഫാരി നിങ്ങളുടെ ബ്രൗസറിലേക്ക് അതിനെ ആഡ് ചെയ്യുക. വൺസ് അത് ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു തെറ്റായിട്ടുള്ള ഒരു ഗ്രാമർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പെല്ലിംഗ് ഒക്കെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ സജഷൻസ് തരുന്നതുകൊണ്ടോ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ നമ്മുടെ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പറയാനുള്ളതാണ് ലാസ്റ്റ് പാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാസ്വേഡ് മാനേജർ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് സജഷൻസ് തരും. അപ്പോൾ ആ പാസ്വേഡ് നമുക്ക് വെബ്സൈറ്റുകളിലും ആപ്ലിക്കേഷൻസിലും സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, വെബ്സൈറ്റും ഉണ്ട് ഇവർക്ക്. സോ നമ്മൾ മൊബൈലിലൊരു വെബ്സൈറ്റിൽ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നോ ഡെസ്ക്ടോപ്പിൽ നിന്നോ നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല അവർ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് സജഷൻസാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രോങ് പാസ്വേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സെക്യൂരിറ്റി കൂടും, ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് കുറയും. സോ നമുക്ക് ലാസ്റ്റ് പാസും കൂടി നോക്കാം. ഇതാണ് നമ്മുടെ അവസാനത്തെ വെബ്സൈറ്റ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതാണ് ലാസ്റ്റ് പാസിൻ്റെ വെബ്സൈറ്റ്. ഗെറ്റ് ലാസ്റ്റ് പാസ് ഫ്രീ എന്ന് കൊടുക്കുക. നമ്മൾ നമ്മുടെ ക്രെഡൻഷ്യൽസൊക്കെ ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് സൈനപ്പ് കൊടുക്കാം. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും. അപ്പം നമ്മളത് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇൻസ്റ്റാൾ ആവും. സോ നേരത്തെ ക്രെഡൻഷ്യൽ വെച്ച് സൈനപ്പ് ചെയ്യുക, വീണ്ടും നേരത്തെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പാസിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പാസ്വേഡ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ്, വെബ്സൈറ്റ് അല്ല ഇപ്പോൾ ആക്ച്വലി നമ്മൾ കാണുന്നത് ഇതിൻ്റെ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് പുതിയ പാസ്വേഡ്സ് പ്ലസ് കൊടുത്ത് ആഡ് ചെയ്യാം. ഞാനും വെറുതെ ചുമ്മാ ഒരു ഡമ്മി പാസ്വേഡ് സേവ് ചെയ്ത് കാണിക്കാം. ഇവിടെ ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡായിട്ടാണ് അതിനെ സേവ് ചെയ്ത് കാണിക്കുന്നത്.
ഒരു യൂസർ നെയിം എന്തെങ്കിലും കൊടുക്കുക, വെറുതെ ഒരു ചുമ്മാ ഒരു പാസ്വേഡ് കൊടുക്കുന്നു. യെസ്, ഞാനിത് സേവ് ചെയ്യാണ്. അപ്പോൾ സേവ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരു പാസ്വേഡ് ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ശരിക്കും. അവിടെ ആ ആളുകളുടെ യെസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് വേറെ ആളുകൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നോട്ട്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നോട്ട് ആഡ് ചെയ്ത് കാണിക്കാം. നമുക്ക് എന്തെങ്കിലും സെക്യൂറായിട്ട് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ട് ആപ്ലിക്കേഷനാണത്. പിന്നെ നമുക്ക് പേയ്മെൻറ്റ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ സേവ് ചെയ്ത് വെക്കാം, ബാങ്ക് അക്കൗണ്ട്സൊക്കെ സേവ് ചെയ്ത് വെക്കാം, അഡ്രസ്സ്. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് പിന്നെ ഷെയറിങ് സെൻറ്റർ ഉണ്ട്. നമ്മൾ ഷെയർ ചെയ്തതിനെക്കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ കുറച്ച് വെബ്സൈറ്റുകളും ആപ്ലിക്കേഷൻസും പരിചയപ്പെട്ടു. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളും ആപ്ലിക്കേഷൻസാണ് നമ്മൾ പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം.